തലവൻ നമ്മുടെ ജിസ് ജോയിൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു കിടിലൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് തലവൻ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 2.5 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം കണക്കപ്പെടുന്നത്. നമ്മൾ ടെർബോൻ്റെ അന്നായിരുന്നു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് സമയം കിട്ടിയതൊക്കെ സിനിമകളൊക്കെ കാണാനായിട്ട്. എല്ലാ രീതിയിലും സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു തുടക്കമേ ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ 5ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് തിയേറ്ററുകളിൽ 25 CR എങ്ങാണ്ടാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ഒരു 50 CR എടുക്കുകയാണെങ്കിൽ തന്നെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു എന്നാണ് പറയാൻ സാധിക്കും. എല്ലാ രീതിയിലും സിനിമയുടെ റിവ്യൂവിനെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. സിനിമ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, 2 ഹാഫ് നമുക്ക് എൻഗേജിങ് ആയിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ജിസ് ജോയിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സിനിമയിൽ ഡയലോഗും ഇദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഈവൻ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ സിനിമ അത്യാവശ്യം നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയായിരുന്നു സിനിമേൻ്റെ സ്റ്റാർട്ടിങ്. കാരണം കഥ പറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു. ഒരു കേസ് ഫയല് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും നല്ല രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട് 100% ആയിട്ട്. പിന്നെ ബിജുമാൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ സിനിമയിൽ മെയിൻ ലീഡായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ തന്നെയാണ് ഈ സിനിമയിൽ മെയിൻ തീം എന്ന് പറയുന്നത്. പിന്നെ ആസിഫ് അലി ഉണ്ട് മറ്റേ ആക്ടറായിട്ട്. ഈ 2 പേരുടെയും ഒരു കോൺഫ്ലിക്റ്റും സിനിമയിൽ മെയിൻലി കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ സിനിമയിൽ ഹ്യൂമർ സെൻസ് ആയിട്ട് നമ്മുടെ ജാഫർ ഇടുക്കി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്. അയ്യോ, അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അത് കുറച്ച് ചിരിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ വക. ആ ഒരു വേ ഓഫ് സ്പീച്ച് അദ്ദേഹത്തിൻ്റെ. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അത്യാവശ്യം നെയിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർബായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്കൊരു കാണുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു വൈബ് കിട്ടുന്നുണ്ട്. പിന്നെ സോങ്സൊക്കെ സിനിമയിൽ എൻഡ് ക്രെഡിറ്റ് സീനിൽ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ വരുന്നുണ്ട് സോങ്സൊക്കെ. എല്ലാ രീതിയിലും ടെക്നിക്കൽ സൈഡാണെങ്കിലും എല്ലാ സൈഡിലും അടിപൊളിയായിട്ട് തന്നെ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂർ നമുക്ക് നല്ല ഒരു ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ വരുന്ന സിനിമ തന്നെയാണ് തലവൻ എന്ന സിനിമ. ഇപ്പോൾ സിനിമ 5th വീക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ പല തിയേറ്ററുകളിലും സിനിമ ഇപ്പോൾ 1 സ്ക്രീനിലൊക്കെ ആയിട്ട് ടൈമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. 5th വീക്ക് ആയിട്ടുണ്ട്. എന്തായാലും സിനിമ ജൂലൈ ഒക്കെ ആകുമ്പോൾ OTT റിലീസിന് പോകും. മാക്സിമം സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞാൽ അടിപൊളി പടം തന്നെയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. കണ്ടവർ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുത്തുക.